കാരണം എല്ലാരും ചോദിക്കുന്നതാണ് എന്താണ് ഒരു കാരണം എന്നുള്ള ഇതിലൊരു ഇപ്പൊ കുടുംബവഴക്കം അമ്മ പറയുന്നതിൽ അത്രയ്ക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തോന്നുന്നില്ല അല്ലേ? അവൻ പിടിച്ച തല്ലും. അപ്പൊ ഇങ്ങനെ ഇതെന്തെങ്കിലും എടുത്തി ദേഷ്യമായിട്ട് തല്ലുവോ? തല്ലാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മള് കഥ ഞാൻ കയ്യോ കൊണ്ട് ചെല്ലും അടിക്കാൻ. അപ്പൊ അവൻ എന്നോട് പറയും, ഞാൻ പറഞ്ഞു നീ എന്താ ഇങ്ങനെ തുടങ്ങണേന്ന് വെച്ച് പറയും, ഞാനങ്ങനെ അടിക്കും അമ്മ, ഞാനങ്ങനെ അടിച്ചാൽ എന്റെ കൈ ഇടിച്ച ഒരു അടി അടിച്ചാ അവളുടെ ബാക്കി ഉണ്ടാവുമോ എന്നൊക്കെയാണ് പറയണത്. കൊച്ചിന് അവിടെയാണ്. അപ്പൊ വരൂല അങ്ങോട്ട്, ഇങ്ങോട്ട് വരൂലില്ല, അവരിങ്ങോട്ട് വിടയില്ല. അമ്മയ്ക്ക് നിർബന്ധമാണ് അവിടെ നിൽക്കണോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കല്യാണി എന്ന് പറയുന്ന ഈ പിഞ്ചു കുഞ്ഞിന്റെ 3.5 വയസ്സുകാരിയായ ഈ പിഞ്ചു കുഞ്ഞിന്റെ മരണത്തിനുള്ള കാരണം തിരക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മീഡിയക്കാർ. കാരണം എന്ത് തന്നെ ആയാലും ഇതിന് കാരണക്കാർ ഒന്നല്ല. ഈ ഒരു കുട്ടിയുടെ ഈ ഒരു ദാരുണ മരണത്തിന് കാരണക്കാരായവർ ഈ തള്ള മാത്രമല്ല. ഈ അപരാധി തള്ള ചെയ്ത പ്രവൃത്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് അതിലേക്ക് നയിച്ചതൊക്കെ അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ തള്ളയെ കൂടാതെ ഈ പെണ്ണിന്റെ തള്ള, അതുപോലെ തന്നെ ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ പോങ്ങൻ, അവന്റെ തള്ള, ഒപ്പം തന്നെ അവിടുത്തെ നാട്ടുകാരടക്കം, അതുമല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ, ഗവൺമെന്റ് അടക്കം കുറ്റക്കാരാണ്. അതെന്തൊക്കെയാണെന്നുള്ള കാര്യം വളരെ വിശദമായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം വീഡിയോസ് അധികം ആരും ചെയ്യില്ല. കാരണം ഇത്തരം വീഡിയോസ് നമ്മുടെ റിയാക്ഷനിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് അഡൽട്ട്സുള്ളി കണ്ടന്റ് ആയിട്ടാണ് പോകുന്നത്, കുട്ടികളുടെ കേസായതുകൊണ്ട്. അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യാറില്ല. എനിവേ, ഇത് ചെയ്യേണ്ടത് തന്നെയാണ്. ഇതിൽ സാമ്പത്തിക ലാഭം ഒന്നുമില്ലെങ്കിലും ഇത്തരം വിഷയങ്ങൾ, അതായത് നമ്മുടെ പരിസരത്ത് ആരെങ്കിലും ഈ രീതിയിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് കാണുമ്പോഴെങ്കിലും തിരുത്താൻ കഴിയണം. അതിന് ഈ വീഡിയോ കാരണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. വരുമ്പോ കൊച്ചിനില്ല, ആളുകളില്ല, ഒന്നുമില്ല. നീ വേണമെങ്കിൽ ബാക്കി എന്റെ കൊച്ചിനോട് വെച്ചാൽ പറഞ്ഞു തരും, മൂത്തവനോട് വെച്ചാൽ പറഞ്ഞു തരും. ഇവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നു, അവര് പറഞ്ഞ ഒരു വിഷയം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു തരും. ഇവിടെ ഏതായാലും ഞാൻ ഇപ്പൊ അവര് പറഞ്ഞനുസരിച്ച്, ഇപ്പൊ നിങ്ങൾ ചാനലുകാർ പറഞ്ഞതനുസരിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പൊ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ എന്റെ മക്കളുടെ അടുത്തുനിന്നോ എന്തെങ്കിലും മോശമായ അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു. അല്ലാണ്ട് എനിക്ക് അതിനകത്തൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. കാരണം എന്റെ കൊച്ചവിടെ മരിച്ചെടുക്കണം. ഞാൻ ഇങ്ങനെ ഒരു വടിയിൽ ദൂരെ അടിച്ചു വാങ്ങിയാത്ത ദിവസം. ഇവിടെ സുഭാഷ് എന്ന് പറയുന്ന ഈ പിതാവിനെ അത്ര കണ്ട് നല്ലൊരു പിതാവായി ഞാൻ കണക്കാക്കുന്നില്ല. അദ്ദേഹം ഒരു മദ്യപാനിയാണ്. അതുപോലെ തന്നെ ഭാര്യയെ നിരന്തരമായി ഈ സ്ത്രീയെ ഉപദ്രവിക്കുമായിരുന്നു എന്നും പറയുന്നത് ഒട്ടുമേ നല്ല കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഭർത്താവ് അറസ്റ്റിലാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഭാര്യയ്ക്ക് പരാതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാർക്ക് പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായും ഗാർഹിക പീഡനത്തിന് ഈ ഭർത്താവിനെതിരെ, സുഭാഷിനെതിരെ കേസ് വരികയും സുഭാഷ് പിടിയിലാവാനുള്ള എല്ലാ ചാൻസ് ഈ കേസിലുണ്ട്. എന്നാൽ സന്ധ്യയുടെ അമ്മയും സന്ധ്യയുടെ വീട്ടുകാരും പറയുന്നത് ഭർത്തൃ പീഡനം അല്ലെങ്കിൽ ഗാർഹിക പീഡനം കൊണ്ടാണ് ഈ രീതിയിൽ കൊച്ചിനെ കൊല്ലാൻ ശ്രമിച്ചത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എനിവേ, ഈ സന്ധ്യയ്ക്ക് മാനസിക വൈകല്യം ഉണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇവിടെ പ്രധാനമായും എന്തുകൊണ്ട് ഒന്നിലധികം ആളുകൾ പ്രതിയാണെന്ന് പറയാൻ സാധിക്കും. അതായത് ഇന്നലെ സന്ധ്യ കുട്ടിയെ അംഗൻവാടിയിൽ പോയി വിളിക്കാൻ പോകുന്നു. അംഗൻവാടിയിൽ നിന്നും കുട്ടിയെ വിളിച്ചുകൊണ്ട് വരുന്നു. അതിനുശേഷം നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ്. ബാക്കിൽ കാണുന്ന പാവയൊക്കെ കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആരുടെയും കണ്ണിൽ നിന്ന് കണ്ണീര് വരും. ആ കുട്ടി കളിക്കുന്ന പാവയോ ബാഗോ എന്തോ ആണെന്ന് തോന്നുന്നു. ആ കുട്ടിയെ തോളിലെടുത്തുകൊണ്ട് പോകുന്നു. കുട്ടിയെ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോക്കാണ് ഈ അപരാധി തള്ള. കുട്ടിയെ കൊണ്ട് ആ വലിയ ബ്രിഡ്ജിന്റെ മുകളിൽ പോയി നിൽക്കുകയും വലിയ അഗാധതയിൽ അത്രയും പൊക്കത്തിൽ നിന്നും കുട്ടിയെ ഇട്ടു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ക്രൂരമായാണ് ആ പിഞ്ചു കുഞ്ഞ് മരണപ്പെട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക ആ കുഞ്ഞിന്റെ അവസ്ഥ. ഇനി ഒരാൾക്ക് ഇതുപോലുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. എന്നാൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇതാദ്യമല്ല ഇതുപോലെ സ്വന്തം മകളെ കൊല്ലാൻ വേണ്ടി അമ്മ എന്ന സന്ധ്യ ശ്രമിച്ചിരിക്കുന്നത്. അവിടെയാണ് ഏറെ ശ്രദ്ധേയം. അതായത് ഇതിനു മുമ്പ് 7 മാസം മുന്നേ കുട്ടിയെ ഐസ്ക്രീം കൊടുത്ത് കൊല്ലാൻ അമ്മ ശ്രമിച്ചു. കൊലപാതക ശ്രമമാണ്. 7 വർഷം വരെ മിനിമം ശിക്ഷ കിട്ടാം. അതിനുശേഷം അതിൽ പരാജയപ്പെട്ടു. അതായത് ഐസ്ക്രീം കൊടുക്കുമ്പോൾ മൂത്ത മകൻ കാണുകയും ആ ഒരു ശ്രമം പരാജയപ്പെടുകയും ചെയ്തു. അതിനുശേഷം ലൈറ്റ് അടിച്ച്, ടോർച്ച് കൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ ഒരു ശ്രമം നടത്തുന്നു. അതിൽ നിന്നും ഈ കുഞ്ഞ് രക്ഷപ്പെടുന്നു. അതും കൊലപാതക ശ്രമമാണ്. മിനിമം 7 വർഷം വരെ ശിക്ഷ കിട്ടാം. ഈ 2 വിഷയങ്ങളിലും സന്ധ്യയെ അറസ്റ്റ് ചെയ്യുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തില്ല. കാരണം സന്ധ്യയ്ക്ക് മാനസിക വൈകല്യം എന്ന് പറഞ്ഞ് തടി തപ്പുന്നു. അതിനെ തുടർന്ന് സന്ധ്യയെ ചികിത്സിക്കാൻ കൊണ്ടുപോയി വെറും ഒരു കൗൺസിലിംഗ് കൊടുത്ത്, അതായത് യാതൊരു ട്രീറ്റ്മെന്റും എടുക്കാതെ കൗൺസിലിംഗ് കൊടുത്ത് സന്ധ്യയെ പറഞ്ഞയക്കുന്നു. അതാണ് ഏറ്റവും വലിയ പിഴ, ഏറ്റവും വലിയ തെമ്മാടിത്തരം കാണിച്ചത്. ഇവിടെ ആരെയൊക്കെയാണ് കുറ്റം പറയേണ്ടതെന്ന് ആലോചിച്ച് നോക്കുക. അതായത് 2 തവണ സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച, കൊലപാതക ശ്രമം നടത്തിയ ഒരു അപരാധിയെ
വീണ്ടും ആ കൊച്ചിന്റെ ചുമതല ഏൽപ്പിക്കുന്നു. അതാർക്കൊക്കെ അറിയാം? ഈ കൊച്ചിന്റെ തന്തയ്ക്കറിയാം, കൊച്ചിന്റെ തന്തയുടെ ഈ പറയുന്ന തള്ളയ്ക്കറിയാം, സന്ധ്യയുടെ അമ്മയ്ക്കറിയാം, ഇവരുടെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാം. അതിലുപരി ഈ വിഷയത്തിൽ ഇടപെട്ട പോലീസിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ കൗൺസിൽ ചെയ്ത ഡോക്ടർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഈ ഒരു അപരാധി മോൾക്ക് വീണ്ടും ഈ കൊച്ചിന്റെ ചുമതല ഏൽപ്പിച്ചു കൊടുത്തത്? 2 തവണ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച ഒരു അപരാധി മോൾക്ക് എന്തിനാണ് ഈ കൊച്ചിന്റെ ചുമതല ഏൽപ്പിച്ചു കൊടുത്തത്? എന്ത് ധൈര്യത്തിലാണ്? എന്തുകൊണ്ട് ഇവൾ ശിക്ഷിക്കപ്പെട്ടില്ല? വലിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ട്രീറ്റ്മെന്റ് കൊടുക്കും. ഇവിടെ ഡിപ്രഷൻ പോലെയുള്ള ചില പ്രശ്നങ്ങളാണ് ഈ പെൺകുട്ടിയെ വേട്ടാടിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് കൊടുത്ത് വിട്ടയച്ചു. അതായത് യാതൊരു തരത്തിലുള്ള ഗുരുതര മാനസിക വൈകല്യങ്ങളും ഈ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീക്കില്ല. മറ്റൊരു ദിശയിലേക്ക് ചിന്തിക്കേണ്ടത്, അതായത് മൂത്ത മകൻ ഭർത്താവിന്റെ വീട്ടിലാണ്, ഇളയ മകളായ കല്യാണിയാണ് തന്റെ കൂടെ. ഭർത്താവുമായി ഉടക്കി നിൽക്കുന്നു, ഭർത്താവുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ല. ആ അവസരത്തിൽ മറ്റൊരു പാരലൽ ബന്ധം ഈ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീക്ക് ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണം വിധേയമാക്കണം. ഇത്തരത്തിലൊരു ബന്ധം കാരണം അതിനുവേണ്ടി ഈ കുട്ടിയെ ഒഴിവാക്കാനാണോ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നും അന്വേഷണം വിധേയമാക്കേണ്ടതാണ്. വലിയ സംശയമാണത്. അതായത് ഭർത്തൃ വീട്ടിൽ നിൽക്കുന്ന മൂത്ത മകനെ കൊല്ലാൻ ഒരിക്കൽ പോലും സന്ധ്യ ശ്രമിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. മകളെ കൊല്ലാനാണ്, തന്റെ കൂടെ നിൽക്കുന്ന കല്യാണി എന്ന് പറയുന്ന 3.5 വയസ്സുള്ള മകളെ കൊല്ലാനാണ് നിരന്തരമായി കല്യാണി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെ വലിയ രീതിയിലുള്ള സംശയം ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. ഇത്തരം സാഹചര്യങ്ങൾ കാണുന്ന നാട്ടുകാരെങ്കിലും ഈ രീതിയിൽ ഏതെങ്കിലും ഭവനത്തിൽ കുട്ടികൾ ജീവിക്കുന്നു, അവരുടെ ജീവൻ അപകടത്തിലാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് തന്നെ സ്വമേധയാ പരാതി കൊടുക്കാം. അതിന് ആരുടെ ഔദാര്യമൊന്നും വേണ്ട. അത്തരം ഒരു ഇടപെടലും ഈ കാര്യത്തിൽ ഉണ്ടായില്ല. ഇവിടെ ഏറ്റവും വലിയ പിഴവായി പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നത് 2 തവണ കല്യാണി എന്ന് പറയുന്ന ഈ കൊച്ചുകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു, അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മകളെ വീണ്ടും വളരെ ഈസിയായി കൊല്ലാൻ വേണ്ടി ഈ തള്ളയ്ക്ക് വിട്ടുകൊടുത്ത നമ്മുടെ സമൂഹം വലിയ തെറ്റ് ചെയ്തു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നിയമത്തിൽ അത്തരം ഒരു ഭേദഗതി കൊണ്ടുവരണം. അതായത് സ്വന്തം മകളെയോ മറ്റാരെയോ സ്വയം ആത്മഹത്യക്ക് ശ്രമിക്കുന്നവരും അതുപോലെ തന്നെ ഒരാളെ കൊല്ലാൻ ഇതേപോലെ സ്വന്തം മക്കളെ കൊല്ലാൻ ശ്രമിക്കുന്ന 1ഉം 2ഉം അറ്റംപ്റ്റ് നടത്തി പരാജയപ്പെടുന്ന ആളുകൾ നാളെ അത് ചെയ്യും. നേരെ മറിച്ച് അത് ചെയ്യില്ല, അവർ നന്നായി എന്ന് ചിന്തിച്ച് അവരെ കൗൺസിലിംഗ് നടത്തി വിട്ടയക്കുന്നത് ഏറ്റവും വലിയ മൂഢത്തരമാണ്. അതുകൊണ്ട് തന്നെ ഈ കൗൺസിലിംഗ് ചെയ്ത് വിട്ടയച്ച ആളുകളും ഒപ്പം തന്നെ 2 വട്ടം ഈ അപരാധി മോളെ കൊലക്കുറ്റത്തിന് പിടിച്ചതിന് ശേഷം ശിക്ഷിക്കാതിരുന്ന നമ്മുടെ നിയമപാലകരും ഒരുപോലെ ഈ ഒരു പിഞ്ചു കുഞ്ഞിന്റെ മരണത്തിന് കാരണക്കാർ തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എനിവേ, ഇത്തരം അനുഭവത്തിലൂടെ ആരെങ്കിലും കടന്നു പോവുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഏറെ ദൗർഭാഗ്യകരം. ഇതുപോലൊരു അവസ്ഥ ഇനി ഒരു കൊച്ചിനും ഉണ്ടാവാതിരിക്കട്ടെ. ഈ ഒരു അപരാധിയായ സ്ത്രീക്ക് തക്കതായ ശിക്ഷ, ഒപ്പം തന്നെ ഇതിൽ പങ്കാളികളായ അറിഞ്ഞോ അറിയാതെയും ഭാഗവാക്കായ ഈ അപരാധി കൂട്ടങ്ങൾക്ക് മുഴുവനും ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായി കാണുന്നവർ മറ്റുള്ള വീഡിയോസ് ലഭിക്കാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക.